അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അമീന റാസി. AR മെഹന്തി ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവർ പോയി കാണണേ. കഴിഞ്ഞ നമ്മൾ 10 എലമെൻസിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്നും നമ്മളൊരു 10 എലമെൻസിനെ കുറിച്ച് കൂടെ പഠിക്കുന്നുണ്ട്. ബിഗിനേഴ്സൊക്കെ പ്രാക്ടീസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ടിയർ കുറിച്ചാണ്. ടിയർ ഡ്രോപ്സ് എല്ലാവർക്കും എളുപ്പമായിട്ടുള്ളൊരു എലമെൻസ് ആണ്. നമ്മുടെ മെഹന്തി ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക. നമ്മൾ ഡോട്ട്സ് ഒക്കെ ഇട്ട് പഠിച്ചില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക, താഴോട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഞാൻ വേറൊരു മോഡൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ലൈൻസ് വരയ്ക്കുക. ഒരു ലൈൻസ് വരയ്ക്കുക. നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് ലൈൻസ് വരയ്ക്കാനല്ലേ. അതുപോലെ ലൈൻസ് വരച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ഡോട്ട്സ് ഇട്ട പോലെ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കുക. എന്നിട്ട് നമ്മൾ ലൈൻസിലേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുവരിക. ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കുക, വരച്ചു കൊടുക്കുക. അങ്ങനെ ഒരുപാട് പ്രാവശ്യം അങ്ങനെ വരച്ച് വരുമ്പോൾ അങ്ങ് ശരിയാവും. ഒരുപാട് പേരൊക്കെ വരച്ച് നോക്കാറുണ്ട്, പക്ഷെ ശരിയായില്ലെങ്കിലും ഒന്നും കൂടെ ശ്രമിച്ചു നോക്കുക. ജസ്റ്റ് നമ്മൾ ഈ ഡോട്ട്സിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കുക. എല്ലാത്തിനും സാവകാശം വേണം കേട്ടോ, എങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ. വേറൊരു മോഡലാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഡോട്ട്സ് എഴുതുക, എന്നിട്ട് ലൈൻസിലേക്ക് കൊടുക്കുക. അപ്പോൾ ടിയർ ഡ്രോപ്സ് കിട്ടും. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മൾ സമാധാനത്തോടെ വരച്ചാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. മെഹന്തി നന്നായിരിക്കണം കേട്ടോ. ടിയർ ഡ്രോപ്സ് വെച്ചിട്ട് വേറൊരു മോഡലും കൂടെ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കുക കേട്ടോ. ഞെക്കി പിടിച്ച് ഡോട്ട്സ് പോലെ ഞെക്കി പിടിച്ചിട്ട് താഴേക്കൊന്ന് വരിക. അപ്പോൾ അതാണ് ടിയർ ഡ്രോപ്സ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ ഈ മോഡൽ കണ്ടിട്ടുണ്ടാകും ഫോണിലൊക്കെ. കണ്ടോ? ജസ്റ്റ് താഴേക്ക്. അപ്പം എന്തായി? നമുക്കൊരു ലീഫ് പോലെ ആയില്ലേ, അതിനൊരു ഭംഗിയായില്ലേ. നമ്മൾ ഈ മോഡൽ കണ്ടിട്ടില്ലേ മെഹന്തിയൊക്കെ ഇടുമ്പോൾ? നിങ്ങളിത് വരച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അടുത്ത് നമ്മൾ 12ാമത്തെ എലമെൻസിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അടുത്ത് വരയ്ക്കാൻ പോകുന്നത് സർക്കിൾ ചെയിൻ. സർക്കിൾ ചെയ്യുന്നൊരു എലമെൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഈ ബ്രൈഡലിൻ്റെ കയ്യിലൊക്കെ നമ്മൾ മെഹന്തി ഈ മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഇതിനെ 2 രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മളൊക്കെ സാധാരണ ആൾക്കാരൊക്കെ വരയ്ക്കുന്ന പോലെ ആദ്യം വരച്ച് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ, ഇതാണ് സർക്കിൾ. ഇതാണ് ചിലർ വരയ്ക്കുന്ന സർക്കിൾ. എന്നിട്ട് അകത്ത് ഒന്നിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഷെയ്ഡ് ചെയ്യാതിരിക്കുക, ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, ഷെയ്ഡ് ചെയ്യാതിരിക്കുക. ഇതാണ് ഒരു സർക്കിൾ ചെയിൻ. ഇത് തെറ്റാണ്. നമ്മൾ ഡോട്ട്സ് ഇടുന്ന പോലെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ മെഹന്തി ജസ്റ്റ് ഒന്ന് കണ്ടോ, അതിനകത്ത് കാണിക്കുന്ന പോലെ തന്നെ. ഇങ്ങനെയാണ് സർക്കിൾ ചെയിൻ വരയ്ക്കാനുള്ളത്. മറ്റതുപോലെ സർക്കിൾ വരച്ച് നമ്മൾ അതിനകത്ത് ഷെയ്ഡ് ചെയ്താൽ ശരിയാവണമെന്നില്ല, ഭംഗിയും കുറയും. അതുകൊണ്ട് ഇതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതാണ് ശരി, മറ്റത് ഭംഗി കുറയും കേട്ടോ. അടുത്ത നമ്മൾ 13ാമത്തെ
ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമ്മളെല്ലാവരും വരച്ചിട്ടുണ്ട്. വൗസ് ആൻഡ് ഡോട്ട്സ്, അതാണ് നമ്മൾ അടുത്തത് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ വൗസ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ വൗസ് പഠിച്ചിട്ടില്ലേ ഫസ്റ്റ് ക്ലാസ്സിൽ? ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞ് ഈ ഒരു എലമെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിൽ ഡോട്ട്സ് ഇടുക. ഇതാണ് വൗസ് ആൻഡ് ഡോട്ട്സ്. ഞാൻ വേറൊരു ഡിസൈൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വൗസ് വെച്ചിട്ട് തന്നെ ലീഫ് വരയ്ക്കും, സ്പൈറൽ വരയ്ക്കും. വൗസ് വെച്ചിട്ട് ഒരുപാട് ഡിസൈനുകൾ നമ്മൾ വരയ്ക്കാറുണ്ട്. അതിൽ 1-2 ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. നമുക്കൊരുപാട് ഡിസൈനുകൾ ഇതിനകത്ത് വരയ്ക്കാൻ പറ്റും കേട്ടോ. ഈ വൗസ് വെച്ചിട്ട് നമുക്കൊരുപാട് ഡിസൈൻ ഇതിനകത്ത് ചേർത്തിട്ട് വരയ്ക്കാൻ പറ്റും. ബ്രൈഡലിനൊക്കെ നമ്മൾ കൈ ഫുള്ള് മെഹന്തി ഇടുമ്പോൾ നമ്മൾ ഈ ഡിസൈനും ചേർക്കാറുണ്ട്. ആദ്യം വരച്ചത് കുറച്ച് തെറ്റായിട്ടാണ് വരച്ചത്. രണ്ടാമത് വരച്ചത് ക്ലിയർ ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. നോക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഞെക്കി പിടിച്ച് ലീഫ് വരയ്ക്കുമ്പോൾ പഠിച്ചില്ലേ, അത് തന്നെ. അടുത്തത് നമുക്ക് അതുപോലത്തെ ഒരു ഡിസൈൻ തന്നെ വരയ്ക്കാം. വരച്ചിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. സാധാരണ ഒരു ബോക്സ് വരച്ചിട്ട് അതിൽ സ്പൈറൽ കൊണ്ടുവരലാണ് കേട്ടോ. സ്പൈറൽ പഠിച്ചിട്ടില്ലേ? ഇതൊരു ഡിസൈനാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതൊരു മറ്റൊരു ഡിസൈനാണ് കേട്ടോ. കുറച്ചുകൂടെയൊക്കെ നല്ല മെഹന്തിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. അടുത്ത നമുക്ക് 14ാമത്തെ എലമെൻസിനെ കുറിച്ച് പഠിക്കാം. അടുത്തതാണ് ക്യാരി. മെഹന്തിയിലൊക്കെ ഒരുപാട് പേര് വരയ്ക്കുന്ന ഒരു എലമെൻസാണിത്. എങ്ങനെയാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നോക്കി പഠിച്ചോ കേട്ടോ. വേണ്ടോ? ഇങ്ങനെ വരയ്ക്കും, പക്ഷേ അത് നല്ല വൃത്തി വരാൻ സാധ്യത കുറവായിരിക്കും. ഫസ്റ്റ് നമ്മൾ വരച്ചതാണ് കുറച്ചുകൂടെ വൃത്തിയായിട്ടുള്ളത്. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ജസ്റ്റ് താഴോട്ട് ഇങ്ങനെ. ഇപ്പോൾ ഓക്കെ ആണോ? മനസ്സിലായോ? ഇതാണ് ശരി കേട്ടോ. പിന്നെ എസ് ഇട്ടിട്ട് നമ്മൾ ക്യാരി വരയ്ക്കാറുണ്ട് കേട്ടോ. ഈ മോഡൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ എസ് ഇട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. കുറച്ചുകൂടെ വൃത്തിക്ക് ഞാൻ വരച്ച് കാണിച്ചുതരാം. ജസ്റ്റ് ഇങ്ങനെ എസ് പോലെ വരച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് കണ്ടോ. കുറച്ചുകൂടെയൊക്കെ വലുതായിട്ടും മോഡലും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കയ്യിൽ ഇടാവുന്നതാണ് കേട്ടോ. ഒരുപാട് ഡിസൈനൊക്കെ ഞാൻ പറഞ്ഞു തരാം, ഇപ്പോഴല്ല, നമ്മൾ എലമെൻസ് ഒക്കെ പഠിച്ചതിന് ശേഷം. ഓക്കെ, അടുത്തത് നമുക്ക് 15ാമത്തെ എലമെൻസിനെ കുറിച്ച് പഠിക്കാം. സ്പൈറൽ, ഹംസ് ആൻഡ് ലീഫ്. നമ്മൾ സ്പൈറൽ പഠിച്ചു, ഹംസ് പഠിച്ചു, ലീഫും പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഒരുമിച്ച് വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അത് നമുക്ക് പഠിക്കാം. ലീഫ്. ഓക്കെ, ലീഫ് നമ്മൾ ഒരുപാട് പ്രാവശ്യം വരച്ചിട്ടുണ്ട്. വരച്ചു തുടങ്ങാം. റെഡിയാണല്ലോ അല്ലേ? ഫസ്റ്റ് നമ്മളൊരു സ്പൈറൽ വരയ്ക്കാം. സ്പൈറൽ വെച്ചൊരു ഫ്ലവർ കാണിച്ചു തന്നിട്ടുണ്ട്, സ്പൈറലും ഹംസും വെച്ചിട്ട്. പിന്നെ അതിനകത്ത് ലീഫും കൂടെ വരുന്നൊരു ഡിസൈനാണ് കാണിച്ചു തരുന്നത്. ഇതാണ് സ്പൈറൽ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്നിട്ട് നമ്മൾ ഒരു എളുപ്പ വഴിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. രണ്ട് ഭാഗത്തും ഇതുപോലെ വരയിടുമ്പോൾ കറക്റ്റായിട്ടുള്ള ഹംസ് കിട്ടും. അപ്പോൾ നമുക്ക് വരി തെറ്റി പോവില്ല. ഒരു ഭാഗത്ത് നിന്ന് ചിലപ്പോൾ വലിയ ഹംസായിരിക്കും, ചിലപ്പോൾ ചെറുതായിരിക്കും.
അങ്ങനെയൊക്കെ ആവാറുണ്ട്. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഞാൻ വരയ്ക്കുന്ന പോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും വരച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ് കേട്ടോ. വരച്ച് നോക്കണം. എന്നിട്ട് നമ്മളതിനകത്ത് ലീഫാണ് വരയ്ക്കാൻ പോകുന്നത്. ലീഫ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ലീഫ് വരയ്ക്കാവേ. നമ്മൾ ലീഫ് വരച്ച പോലെ ജസ്റ്റ് ഒരു വരയിട്ട് ലീഫ് വരച്ചില്ലേ ഇങ്ങനെ, അത് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടി ഭംഗിയായിരിക്കും. മെഹന്തി ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ച് ലീഫാക്കി കൊടുക്കുക. കണ്ടോ, നമ്മൾ ഫ്ലവർ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ ഷേപ്പിലോട്ടാണ് നമ്മൾ വളഞ്ഞ് പോകുന്നത്. മെഹന്തി ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ചിട്ട് വേണം നമ്മൾ ലീഫ് വരയ്ക്കാൻ. അത് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇപ്പോൾ ഒരു ഡിസൈൻ ആയില്ലേ, ഒരു മോഡലായില്ലേ ഫ്ലവറിൽ. ഓക്കെ അല്ലേ? ഇത് ഫസ്റ്റ് ഒരു സ്പൈറൽ വരയ്ക്കുക കേട്ടോ. സ്പൈറൽ വരച്ച് നമ്മൾ പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഹംസ്. ഓക്കെ, ഹംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്പൈറൽ പഠിച്ചിട്ടുണ്ട്, ലീഫും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ലീഫ്. നമ്മളെ ഫ്ലവർ എങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് ഒരേ ഷേപ്പിലേക്ക് കൊണ്ടുപോവാം. സ്പൈറൽ ഒരുപാട് പ്രാവശ്യം വരച്ച് നോക്കുക കേട്ടോ. വരച്ച് വരുമ്പോൾ നല്ല കറക്റ്റാവും. പതുക്കെ സമാധാനത്തോടെ വരച്ചാൽ മതി. സ്പീഡിൽ വരയ്ക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ സ്പൈറൽ വരയ്ക്കുമ്പോൾ ഇടത്ത് നിന്നും വലത്തേക്കും വരച്ച് നോക്കുക, വലത്ത് നിന്നും ഇടത്തോട്ടും വരച്ച് നോക്കുക കേട്ടോ സ്പൈറൽ. അപ്പോൾ നമുക്ക് നല്ല പ്രാക്ടീസ് ആയിരിക്കും. അടുത്ത നമ്മൾ 16ാമത്തേത് സ്പൈറൽ ഡോട്ട്സ് ആണ് പഠിച്ചത് കേട്ടോ. ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. സ്പൈറൽ പോലെ നമ്മൾ ഒരെണ്ണം വരച്ചു. ഇതിപ്പം ഇടത്തോട്ടാണ് ഞാൻ വരച്ചേക്കുന്നത്. ഡോട്ട്സ് ഇട്ടു, കണ്ടോ? ഡോട്ട്സ് ഇട്ടു. കുറച്ച് വിട്ടിട്ടാണ് ഡോട്ട്സ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു ഡിസൈനാണ്. ഓക്കെ, അത് തെറ്റാണ്. അങ്ങനെയല്ല, സ്പൈറൽ വരച്ചിട്ട് സ്പൈറൽ പതുക്കെ വരയ്ക്കണം കേട്ടോ. ജസ്റ്റ് മുകളിലേക്ക് ഒരു ഡോട്ട്സ് കുറച്ച് മാറ്റിയിട്ട് ഡോട്ട്സ് ഇടാൻ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. അതുപോലെ ഇട്ടാൽ മതി. അടുത്ത് നമ്മൾ 17ാമത്തെ എലമെന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹംസ് ആൻഡ് വിൻസ്. ഹംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് എലമെന്റ്സിൽ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. വിൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മളെ ലീഫ് പോലെയാണ് വിൻസ് വരയ്ക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഹംസ് വരയ്ക്കുമ്പോൾ കൂടുതലും ലീവ്സ് ആവശ്യമാണ്. നമ്മൾ താഴ്ഭാഗത്താണ്, ലൈൻസിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഹംസ് വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ലീവ്സ് വരച്ച് കൊടുത്ത പോലെ ഇതിനെ ബിൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. ലീവ്സ് എന്നും പറയും, ബിൻസ് എന്നും പറയും. ജസ്റ്റ് ഒരു വര കൊടുത്ത് നമ്മൾ ജസ്റ്റ് മെഹന്തി ഒന്ന് പുഷ് ചെയ്ത് സൈഡിലേക്ക് അതിൻ്റെ ലീഫ് ബിൻസ് തീരുന്ന ഭാഗം ഒന്ന് വളച്ചു കൊടുക്കുക.
ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ലൈൻസ് കൊടുത്തു. അതിൽ എത്ര വലിയ ഹംസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് വരച്ചു കൊടുത്തു. ഒരു ലീവ്സും കൂടെ അങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലീവ്സ് ഒന്നും കൂടെ വരയ്ക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ? ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് കേട്ടോ. 18ാമത്തേത് നമുക്ക് വിൻസ് പഠിക്കാം കേട്ടോ. വിൻസിൻ്റെ ഒരുപാട് മോഡലുണ്ട്. നമ്മൾ അതിൽ കുറച്ച് ഡിസൈൻ പഠിക്കുന്നുണ്ട്. കണ്ടോ? ജസ്റ്റ് ഇതാക്കി കൊടുക്കുക. ലീഫ് പോലെ വരയ്ക്കുക. ജസ്റ്റ് ഒരു കണ്ടോ അതിൻ്റെ ഭംഗി? ഇതൊരു അറബിക് മെഹന്തിയുടെയൊക്കെ ഒരു മോഡലായിട്ട് വരും കേട്ടോ. ഇത് കൂടുതലും അറബിക് മെഹന്തിയിലൊക്കെയാണ് ഇത് വരയ്ക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതിങ്ങനെ ചിലർ വരയ്ക്കുന്നവരുണ്ട്, ശരിയാവണമെന്നില്ല കേട്ടോ. ഇതൊക്കെ അറബിക് മെഹന്തി ഡിസൈനാണ്. കൂടുതലും അറബിക് മെഹന്തി ഡിസൈനിലാണ് ഇത് ഉൾപ്പെടുത്തുന്നത്. വിൻസുകൾ ഒരുപാടെണ്ണം ഉണ്ട്. വിൻസ് ഒരുപാട് മോഡൽസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. നമ്മളത് ചെയ്യും. ഇത് മറ്റൊരു മോഡലാണ്. ചിലർ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഇത് രണ്ടും തെറ്റായിട്ടുള്ള വിങ്സാണ് കേട്ടോ. ചിലർക്ക് പറ്റാത്തതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇത് ആരുടെയും കുറ്റമല്ല. നമുക്ക് ഇതൊക്കെ നന്നായിട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതിന് എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. ഇത് ചില ബിഗിനേഴ്സിനൊക്കെ വരച്ച് നോക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ആവാറുള്ളത്. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അടുത്തത് ഞാൻ ശരിയായിട്ട് എങ്ങനെയാണ് കുറച്ച് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു വളവ് കൊടുക്കുക. നമ്മൾ ലീഫ് ജസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് വരച്ച് ലീഫാക്കിയിട്ട് കൊടുക്കുക. പിന്നെ ജസ്റ്റ് അതിന് ചേർത്ത് തന്നെ ഒരു ഡോട്ട്സ് വരച്ച് കൊടുക്കുക. വീണ്ടും ലീഫാക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ അങ്ങറ്റം വരെ അങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഡിസൈൻ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വൃത്തിയുണ്ടായിരിക്കും. മറ്റേതുപോലെ നമ്മൾ ഒരുപാട് ലീഫുകൾ അതിനകത്ത് ചേർക്കാൻ നോക്കിയാലൊന്നും അതിനകത്ത് ചിലപ്പോൾ ഭംഗിയുണ്ടാവില്ല. ഫസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ കേട്ടോ. നമുക്ക് ഫസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റിയ ബുദ്ധിമുട്ടായിരിക്കും. പറ്റുന്നവർ വരച്ച് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ട്രിക്കിലൊക്കെ ഒരുപാട് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്തതിന് ശേഷം നമുക്കിതൊക്കെ വരയ്ക്കാൻ പറ്റും. അപ്പുറത്തും അതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം വരച്ചു കൊടുക്കാൻ. മെഹന്തിക്ക് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമാണ് അതിങ്ങനെ ഇതായി പോകുന്നത്. കുഴപ്പമില്ല, വരച്ച് പഠിക്കാം കേട്ടോ. നമ്മളിത് വരച്ച് വരുമ്പോഴേ നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് വരയ്ക്കും നമ്മൾ വിചാരിക്കും ശരിയാവില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട. വരച്ച് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ
ബിഗിനേഴ്സിന് കുറച്ച് പാടായിരിക്കും, എന്നാലും വിഷമിക്കേണ്ട, നമുക്കിത് പഠിക്കാവുന്ന രീതിയേ ഉള്ളൂ. ഇതൊരു ലീഫും ഇത് ടിയർ ഡ്രോപ്സേ ഉള്ളൂ. ടിയർ ഡ്രോപ്സും ലീഫും ടിയർ ഡ്രോപ്സുമാണ് വരച്ചേക്കുന്നത് കേട്ടോ. കണ്ടോ, ഇത് രണ്ട് മാത്രമാണ് അത് ഒരു ലീഫ്. നമ്മളടുത്ത രണ്ടാമത്തെ ലീഫ് അടുത്തത് നമ്മൾ ഇതാണ് വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് വരച്ചിരുന്നു, അത് വരച്ച് കുറച്ച് അറിയാത്തവർക്കായിട്ടാണ് ആദ്യം ഞാൻ അറിയാത്ത രീതിയിൽ വരച്ചിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനാണേ, ബിഗിനേഴ്സ് മെയിനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിടുന്നത് കേട്ടോ. നമ്മൾ സമാധാനമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണ് വിൻസ്. വിൻസിൻ്റെ ഒരുപാട് മോഡലും ഡിസൈനും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ സമയം പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാമേ. അടുത്തതെന്ന് പറഞ്ഞാൽ ലീഫാണ് നമ്മൾ വരയ്ക്കുന്നത്. ലീഫ് നമ്മൾ ലീഫ് വരച്ചിട്ടുണ്ട്. ഞാൻ വരയ്ക്കുന്ന ലീഫ് നിങ്ങൾക്ക് വരച്ചിട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ കുറച്ച് എളുപ്പത്തിന് ലീഫ് വരയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാ നമ്മൾ ഈ ബുക്കിലൊക്കെ പടം വരയ്ക്കുന്ന പോലെ ഒരു ലീഫാണത്. ഇങ്ങനെയാണ് ഒരു ലീഫ് വരയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് വേറൊരു മോഡൽ പഠിച്ചാലോ? നമ്മൾ ഒരു ഡോട്ട്സ്, നന്നായിട്ടൊരു ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. 2-3 ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കണ്ടോ, അതിനകത്ത് കാണിക്കുന്ന പോലെ ഇട്ട് കൊടുക്കുക. ഒരു ഡിസൈൻ ആയത് കണ്ടോ, ഒരു മോഡലായത് കണ്ടോ? നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു മോഡലും ഇതിനകത്ത് സൃഷ്ടിക്കാൻ പറ്റും. ഒന്നുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഡോട്ട്സ് നന്നായിട്ട് ഞെക്കി കൊടുക്കുക, എന്നിട്ട് താഴേക്ക് വരച്ചു കൊടുക്കുക, മുകളിലേക്കും കൂടെ ആക്കി കൊടുക്കുക. ഇതാണ് ലീഫ്. ഇത് ലീഫ് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇത് വലിയ പ്രാക്ടീസൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇതാണ് മറ്റൊരു ലീഫ്. കണ്ടോ, ഇങ്ങനെ നമുക്ക് ലീഫ് വരയ്ക്കാൻ പറ്റും. ചില ലീഫൊക്കെ കണ്ടിട്ടില്ലേ? അത് തന്നെ കേട്ടോ. 20ാമത്തെ നമുക്ക് എന്നിട്ട് ഇടത്തു നിന്നും വലത്തോട്ട് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. അപ്പം നമ്മൾ കൈയെടുത്ത് ജസ്റ്റ് പൊക്കി തോന്നി കണക്ക് സ്പീഡിന് വരയ്ക്കുവാണെങ്കിൽ നമുക്കത് ശരിയാവത്തില്ല. നമ്മൾ സമാധാനത്തോടെ പതുക്കെ വരച്ചാൽ മാത്രമേ നമുക്കത് ശരിയാവത്തുള്ളൂ. നമ്മൾ നന്നായിട്ട് വരച്ചു കൊടുക്കുക പതുക്കെ. ഇതാണ് സർക്കിള്. നമ്മളൊരു ഡിസൈൻ പഠിച്ചിട്ടുണ്ട്. ചെറിയ സർക്കിൾ 3-4 ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ഡിസൈൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വല്ല ഡൗട്ടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, മറക്കല്ലേ.